നമസ്കാരം. മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ജയിലിലാകുന്നു. അദ്ദേഹത്തെ 14 ദിവസം റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ഒരു വലിയ അഴിമതിയുടെ തിരക്കഥ എഴുതിയ ആൾ, അല്ലെങ്കിൽ ഒരു വലിയ അഴിമതിയുടെ കുട പിടിച്ച ആൾ എന്ന നിലയിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ജയിൽവാസത്തിൽ സന്തോഷിക്കാത്ത നിഷ്പക്ഷരായ ആരുമുണ്ടാവില്ല. ഇബ്രാഹിം കുഞ്ഞിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയതിൻ്റെ പിന്നിൽ CPM എത്തപ്പെട്ട അഗാധ ഗർത്തമാണ് എങ്കിലും ഇബ്രാഹിം കുഞ്ഞ് നിയമത്തിന് മുൻപിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്നു, അഴികൾ എണ്ണേണ്ടി വരുന്നു എന്നത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ. ഒരു പാലം പണിയുന്നു, ആ പാലത്തിന് 39 കോടി രൂപ ചെലവാക്കുന്നു. എന്നാൽ ഒരു വർഷം പോലും ഉപയോഗിക്കാതെ ആ പാലം മുഴുവൻ പൊളിച്ചു കളയേണ്ടി വരുന്നു. അതിന് ഉത്തരവാദികളായവർ ജയിലിൽ അടയ്ക്കപ്പെടണം. നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിച്ച് മുൻപോട്ട് പോയത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ, പക്ഷേ അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന മനോഭാവം കൊണ്ടാണ്. കുഞ്ഞാലിക്കുട്ടി അത് തുറന്നു പറഞ്ഞു. CPM ഭരിച്ചിരുന്ന കാലത്തെ പല അഴിമതികളും കണ്ടെത്താനും അവരെ ശിക്ഷിക്കാനും ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. ഞങ്ങൾ പക്ഷേ രാഷ്ട്രീയ വിരോധം തീർത്തില്ല, അവർ രാഷ്ട്രീയ വിരോധം തീർക്കുന്നുവെന്ന്. അതായത് LDFും UDFും തമ്മിലുള്ള കൂട്ടുകച്ചവടം കുഞ്ഞാലിക്കുട്ടി തുറന്നു സമ്മതിക്കുകയായിരുന്നു. പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ നടത്തിയ ഈ അറസ്റ്റിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് സമ്മതിച്ചാലും ഇബ്രാഹിം കുഞ്ഞ് ജയിൽ ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന കാര്യം സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. എവിടെയായിരുന്നു ഇത്രയും നാൾ? 4.5 വർഷമായി ഈ കേസെടുത്തിട്ട് പാലം പുതിയത് പണിയാനുള്ള തീരുമാനം 1 വർഷത്തോളം കോടതി നീട്ടിയിട്ടും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അഴിമതിയുടെ അരങ്ങത്ത് വാണവരിൽ പലരും ഇതിനു മുൻപേ ജയിലിൽ കിടന്നിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇബ്രാഹിം കുഞ്ഞിനെ ഇത്രയും കാലം അറസ്റ്റ് ചെയ്താൻ വൈകിയത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും മയക്കുമരുന്ന് കേസും അടക്കം കിഫ്ബി വരെയുള്ള വിവാദങ്ങളുടെ പ്രതിക്കൂട്ടിൽ CPM എത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമായിരുന്നോ? ഈ അറസ്റ്റ് കൊണ്ട് നിങ്ങൾ ഉയർത്തുന്ന സന്ദേശം, ഇനിയെങ്കിലും മര്യാദക്കാരായിരുന്നാൽ നിങ്ങളുടെ നേതാക്കളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് നിർത്താമെന്നല്ലേ? അല്ലെങ്കിൽ ഇനി ഞങ്ങൾ ഉമ്മൻചാണ്ടി വരെയുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ സമരം അവസാനിപ്പിക്കുക, ഞങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ പ്രതിഷേധം പേരിന് മാത്രമാക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ല എന്ന് പിണറായി വിജയന് പറയാൻ കഴിയുമോ? മറ്റു ചില ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. എന്തായിരുന്നു ഈ അഴിമതി? RDS എന്നു പേരുള്ള ഒരു കമ്പനിക്ക് പാലാരിവട്ടം പാലം പണിയാനുള്ള കരാർ കൊടുക്കുന്നു. അവർ ആവശ്യത്തിന് കമ്പി വെച്ചില്ല, ആവശ്യത്തിന് സിമന്റ് വെച്ചില്ല, നല്ല മര്യാദയ്ക്കുള്ള ഡിസൈൻ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ആ പാലം പൊളിഞ്ഞു പോകുന്നു. ആ പാലം പ്രവർത്തനക്ഷമമായി ഏതാനും ദിവസങ്ങൾക്കകം അതിന് ടാറ് പോകുമ്പോൾ ആദ്യം കരുതുന്നു ടാറിങ്ങിന്റെ പിഴവാണെന്ന്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വിള്ളൽ കാണുന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ കാണുന്നത് ആ പാലം ഒരു ദിവസം പോലും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലല്ല എന്ന്. 19 സ്പാനുകളിൽ 17-ലും 102 ഗാർഡുകളിൽ 97-ലും വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. 18 പിയർ ക്യാമ്പുകളിൽ 16-ഉം കേടുപാട് പറ്റിയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ. മനുഷ്യർ അവൻ്റെ ജീവനുമായി യാത്ര ചെയ്യേണ്ട ഒരു ദേശീയപാതയിലെ ഒരു മഹാനഗരത്തിലെ ഒരു പാലത്തിൻ്റെ സ്ഥിതിയാണ്. അതായത് അനേകം പേരെ കൊലയ്ക്ക് കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി ഈ അഴിമതിക്കാരൻ്റെ മേൽ ചുമത്തേണ്ടതുണ്ട്, സംശയമില്ല. അഴിമതിക്കെതിരെ മാത്രമല്ല, വധശ്രമത്തിനെതിരെയും ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയായി വേണം ഈ അഴിമതിയെ വ്യാഖ്യാനിക്കാൻ. ഇവരൊന്നും ഒരിക്കലും പുറം ലോകം കാണാൻ പാടില്ല. എന്നാൽ ചില ചോദ്യങ്ങളുണ്ട്. ഒരു മന്ത്രി ഉത്തരവാദിയാകുന്നത് എങ്ങനെ എന്ന് വരുമ്പോൾ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിയമം ലംഘിച്ച് ഇടപാടുകൾ നടത്തി എന്ന കൺക്ലൂഷനിലെത്തുന്നു. അതെ, മന്ത്രി പറഞ്ഞതനുസരിച്ച് അഴിമതി നടത്തുന്നു, അതിന് ലാഭം മന്ത്രി കൊണ്ടുപോകുന്നു, നല്ലത്. പക്ഷെ മന്ത്രി പറഞ്ഞതനുസരിച്ച് അഴിമതി നടത്തണമെങ്കിൽ എത്രയോ ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടാവും. അവരിലെ എല്ലാവരെയും നിങ്ങൾ ജയിലിൽ അടച്ചോ? 1-2 പേരെ നിങ്ങൾ താൽക്കാലികമായി അറസ്റ്റ് ചെയ്തതിൽ TO സൂരജ് എന്ന് പറയുന്നയാൾ ഒരിക്കലും പുറം ലോകം കാണാൻ പാടില്ലാത്ത ഒരു അഴിമതി വീരനാണ്. നമ്മുടെ നാട്ടിലെ IASകാരൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു അഴിമതിയുടെ എല്ലാ ദംഷ്ട്രകളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു IASകാരൻ കുറച്ചു ദിവസം ജയിലിൽ കിടന്നു. പക്ഷേ
ആ മനുഷ്യനെ കുറിച്ച് അന്വേഷണം നടത്തിയാൽ അദ്ദേഹം ഒരിക്കലും പുറം ലോകം കാണാൻ പാടില്ല. മാത്രമല്ല, ആ മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ള അഴിമതികളുടെ കണക്കെടുത്താൽ 100 കണക്കിന് പേർ ജയിലിൽ പോകണം. ചെയ്തില്ല, പേരിന് മാത്രം ചെയ്തു, തീരുന്നില്ല. ആരാണ് ഈ അഴിമതി നടപ്പിലാക്കിയത്? RDS എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു വടക്കേ ഇന്ത്യൻ കമ്പനി. RDS എന്ന് പറയുന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ പ്രവർത്തനം കൊടുത്തിരുന്നത്. ഈ RDS എന്ന് പറയുന്ന കമ്പനിയുടെ ബാധ്യതയാണ് നിയമം അനുശാസിക്കുന്ന തരത്തിൽ, സുരക്ഷ ഉറപ്പുവരുത്തുന്ന തരത്തിൽ പാലം പണിയുക എന്നത്. അവരത് ചെയ്തില്ല. അതിന്റെ കാരണം മന്ത്രി അടക്കം ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് കൈക്കൂലി കൊടുത്തു. അതുകൊണ്ട് ഇവർക്കും ലാഭം ഉണ്ടാക്കാൻ, അങ്ങനെയാണ് അഴിമതി ഉണ്ടാവുന്നത്. അതായത് 42 കോടി മുടക്കുന്നു. ഈ 42 കോടിയിൽ ഒരു 10-15 കോടി മുടക്കി ബാക്കി 10-20 കോടി പലർക്കായി വീതിച്ചു കൊടുക്കുന്നു. എങ്കിലും ഈ കമ്പനിക്ക് 5-8 കോടി ലാഭം കിട്ടുന്നു, അല്ലെ 10 കോടി ലാഭം കിട്ടുന്നു, ഇല്ലേ? അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ ഈ കമ്പനിയാണ്. അതുകൊണ്ടാണ് ഈ RDS കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സുമിത് ഗോയലിനെ പ്രതി ചേർത്തതും നാമമാത്രമായി ജയിലിൽ അടച്ചതും. തെറ്റൊന്നുമില്ല. പക്ഷേ 2 ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. ഈ MD ആയിരിക്കുന്ന സുമിത് ഗോയലിനെ പോലെ ഈ ക്രിമിനൽ കുറ്റത്തിൽ ഉത്തരവാദിയായ ML ഗോയൽ എന്ന ഈ കമ്പനിയുടെ ചെയർമാൻ പ്രതിയല്ല. എന്താണ് പ്രതി ചേർക്കാത്തത്? ആദ്യം ഉത്തരം പറയേണ്ടത് അതിനാണ്. കാരണം MD പ്രതിയാണെങ്കിൽ ചെയർമാനും പ്രതിയാണ്. എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തത്? ഈ ML ഗോയൽ അമിത്ഷായുടെ വളരെ അടുപ്പക്കാരനാണ്. ML ഗോയലിന്റെ അഞ്ചമനിലെ താമസ സ്ഥലത്താണ് പോയി വിശ്രമിക്കാൻ വേണ്ടി അമിത്ഷാ പോകുന്നത്. അമിത്ഷയും ML ഗോയലും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അങ്ങനെ അമിത്ഷായുമായി വളരെ അടുപ്പത്തിലുള്ള ML ഗോയലിനെ പ്രതി ചേർക്കാനോ അറസ്റ്റ് ചെയ്യാനോ പിണറായി വിജയൻ മുട്ടുവിറയ്ക്കും. കാരണം അമിത്ഷാ ഒന്ന് വിചാരിച്ചാൽ ലാവ്ലിൻ മുതലേ ഒരു 150 അഴിമതി കേസുകൾ അങ്ങ് പൊങ്ങും. അതുകൊണ്ട് അമിത്ഷായ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പിണറായി വിജയനും ഭയമാണ്. അതുകൊണ്ടാണ് ML ഗോയൽ പ്രതിയാകാത്തതും ഇബ്രാഹിം കുഞ്ഞ് പ്രതിയായതും. തീർന്നില്ല. ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന മേൽനോട്ട ചുമതലയുള്ള മന്ത്രിയെ ജയിലിൽ അടച്ച, ഈ അഴിമതിക്ക് ചുക്കാൻ പിടിച്ച RDS എന്ന് പറയുന്ന കമ്പനി ഇപ്പോഴും പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിക്ക് ഒരു കമ്പനി അഴിമതിക്കാരനാണ്, അവർ പാലം പൊളിച്ചു കളയേണ്ടി വന്നു, ജയിലിൽ അടയ്ക്കേണ്ടി വന്നാൽ എന്താ ചെയ്യുന്നത്? അടിയന്തരമായ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തും, എല്ലാ ഇടപാടുകളും റദ്ദു ചെയ്യും. എന്താ ചെയ്യാത്തത്? ഇതുവരെ കോടതിയോട് പറഞ്ഞു ഞങ്ങൾ കരിമ്പട്ടികയിൽ പെടുത്തു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മന്ത്രിയെ അറസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ IAS-കാരനെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഈ അഴിമതിക്ക് ചുക്കാൻ പിടിച്ച കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി അവരുടെ വർക്കുകൾ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഇതൊരു ഇരട്ടത്താപ്പല്ലേ? ഇപ്പോൾ കഴക്കൂട്ടത്ത് ഇപ്പോൾ നടക്കുന്ന ആ എലിവേറ്റഡ് ഹൈവേ ഉണ്ട്. ആ എലിവേറ്റഡ് ഹൈവേയുടെ പണി ചെയ്യുന്ന ആരാന്നറിയാമോ? ഈ RDS കമ്പനിയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ടെക്നോ പാർക്ക് ഇരിക്കുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം നഗരത്തിലെ പാളയം കണ്ണിമാറ മാർക്കറ്റുണ്ട്. 1.25 ഏക്കറോളം ഭൂമി. അവിടെ വലിയൊരു കെട്ടിട സമുച്ചയം പണിത് അതിന്റെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള 118.22 കോടിയുടെ കരാറുകാരാരാന്നറിയാമോ? ഈ RDS കമ്പനി. അതെ, ഈ RDS കമ്പനി. തോമസ് ഐസക്കിന്റെ സ്വപ്ന പദ്ധതിയാണ് ആലപ്പുഴ ഹൈവേ. കടൽ തീരത്തുകൂടി പോകുന്ന ഹൈവേ അത്യാവശ്യമാണ് കേട്ടോ, ഒരു തർക്കവും വേണ്ട. കാരണം ആലപ്പുഴ നഗരം മുഴുവൻ ചുറ്റി വേണം നിങ്ങൾക്ക് കൊല്ലത്തു നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്ന് എറണാകുളം വരെ പോകാൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കൊല്ലത്ത് ഇപ്പോൾ ഒരു ഹൈവേ ആയി, ആലപ്പുഴയിൽ ഹൈവേ നടക്കുകയാണ്, തീർന്നിട്ടില്ല. KSTP നമ്മുടെ നാട്ടിൽ കുറെ പണി ചെയ്യുന്നു, നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഇപ്പോൾ നടക്കുന്നത് മൂവാറ്റുപുഴ മുതൽ പുനലൂർ വരെയുള്ള വഴിയാണ്. ഒരു 30 വർഷമായി തുടങ്ങിയിട്ട് മൂവാറ്റുപുഴ മുതൽ തൊടുപുഴ വരെ പൂർത്തിയായിട്ട് തന്നെ 2 പതിറ്റാണ്ടായി. തൊടുപുഴയിൽ നിന്നും പിന്നീട് അത് പാലായിലേക്കും, പാലായിൽ നിന്ന് പൊൻകുന്നം വരെയും അതെത്തി. ഏതാണ്ട് 30 വർഷം കൊണ്ട്. നല്ല കാര്യം. അതിന് പേരിൽ ഈ പറയുന്ന MC റോഡിന്റെ പണിയൊക്കെ ചെയ്തൊരു പാവപ്പെട്ട KSTPയുടെ ഈ നാട്ടിലെ വിവരം അറിയാത്തവനും വന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഈ പൊൻകുന്നം മുതൽ മണിമല വഴി, റാന്നി പ്ലാച്ചേരി വഴി, പുനലൂർ കോന്നി വഴി പുനലൂർക്ക്, പത്തനാപുരം കോന്നി വഴി പുനലൂർക്കുള്ള പദ്ധതി നടക്കുക. റോഡെല്ലാം ഇപ്പം മാന്തി പറിച്ചിട്ടിരിക്കുക, കുറെ കാലമായി. ഇതിലെ കോന്നി മുതൽ പുനലൂർ വരെയുള്ള പണി കൊടുത്തിരിക്കുന്നത് ഈ RDS കമ്പനിക്കാണ്. എന്താണ് പ്രിയപ്പെട്ട സഖാവേ, ഇരട്ട ചങ്ക,
ഈ പാലാരിവട്ടം എന്ന് പറയുന്ന ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കരിമ്പട്ടികയിൽപ്പെടുത്തി ഇവരുടെ ഈ കരാറുകൾ റദ്ദാക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ചെയ്യാം. നിങ്ങൾ ചെയ്യത്തില്ല. കാരണം നിങ്ങൾക്ക് അമിത്ഷായെ ഭയമാണ്, ഗോയലിനെ ഭയമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന സുധാകരൻ എന്ന് പറയുന്ന PWD മന്ത്രി നാളുകൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്, അതിന് മന്ത്രിയാണോ വന്ന് പാലം പണിതത്? ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയ്ക്ക് മന്ത്രി എന്തിനാ കുറ്റം പറയുന്നത്? എന്തിനെന്നറിയോ? ഈ പറയുന്ന ഇബ്രാഹിം കുഞ്ഞിനെ രക്ഷിക്കാൻ, മുഖം രക്ഷിക്കാൻ. നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും തമ്മിലുള്ള കൂട്ടുകച്ചവടം. ഇപ്പോൾ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി അറസ്റ്റ് നാടകം നടത്തുന്നത് മാത്രം. അങ്ങനെയെങ്കിലും ഒരു മഹാകള്ളൻ പിടിക്കപ്പെട്ടതിൽ ആഹ്ലാദിക്കുന്നു. എങ്കിലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ഇരട്ടച്ചങ്ക.